അകതാരിലീ ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും. അന്ന ചേച്ചി ഇസ് എ സ്വീറ്റ് ഹാർട്ട്. ഭയങ്കര ഭംഗിയായിട്ടുണ്ടെന്ന് കാണാൻ. നല്ലൊരു പ്രിൻസസ് ലുക്ക് ഉണ്ട്. പറഞ്ഞു ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടിരിക്കുക അന്നയ്ക്ക് കെട്ടാറായോ, അവളോട് ഒന്നുകൂടെ ചിന്തിക്കാൻ പറയണോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ. പക്ഷെ ഇന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ആളെ കെട്ടിച്ച് പോവാണല്ലോ, അതിന്റെ സങ്കടം നന്നായിട്ട് ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യും. കുറച്ച് വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അവള് കുറെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആണ്. അന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് തന്നെ ഹോസ്റ്റലിലൊക്കെ വന്നപ്പോൾ കോളേജിലെത്തിയൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവളെ കല്യാണമാണ്, അടിച്ചു പൊളിക്കുക. ഡിബിൻ നല്ല പയ്യനാണ്, പിന്നെ അന്നമ്മക്ക് പറ്റിയ ഒരാളാണ് ഡിബിൻ. വിഷമമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജിജു ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവരും അവൾക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. ചേച്ചി ആൻഡ് ബിബിൻ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ അവൾ എന്തായാലും പുതിയ ലൈഫിലോട്ടാണല്ലോ പോണേ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് അന്നമ്മ. കേട്ടാ നല്ലതാണ്, കിട്ടാൻ മതി. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? കല്യാണം. ഇതെന്താ രാവിലെ നേന്ത്രപ്പഴൊക്കെ അടിച്ചു കയറ്റണത്? ഇനി ഇങ്ങോട്ട് എന്താ ആദ്യം പരിപാടി? ഇന്ന് മേക്കപ്പ് സ്ഥലത്ത് പോണം. 5:45 പിന്നെ ഡ്രസ്സ് അവിടെ തൂക്കിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ ഗൗണും സംഭവങ്ങളും. അപ്പൊ എല്ലാം സെറ്റാണ്. അപ്പൊ പഴം കഴിച്ച് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്താണ് 2 കിടാണ് വാച്ചിട്ട് കിടക്കണേ? പേഷ്യന്റുകൾ വിളിച്ചാലേ എണീക്കാൻ നിങ്ങളെ പോലെ ഉത്തരവാദിത്തമില്ലാത്ത കുട്ടിയല്ല. എന്തൊക്കെ പറഞ്ഞാല് ആളുടെ ഒരു ഡോളോ 650 നിക്കണ. സത്യം സത്യം. എന്റെ വയറ്റിളൊക്കെ മാറ്റി തന്നതിന് നന്ദി ഡോക്ടർ. എന്തായി എന്നമ്മേ? ഇനിയിപ്പോ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ വന്നത് നമ്മുടെ കോട്ടയത്തെ അടിപൊളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായ പ്രഷ്യസ് ബ്രൈഡൽസിനാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത മേക്ക് ഓവറൊക്കെ ആയിട്ട് ഞാൻ വരാം. ഉറക്കാൻ വന്നിട്ട് വയ്യ. തകർക്കല്ലേ നമ്മള് തകർക്കാൻ വേണ്ടി വന്നേക്കുന്ന. നേരത്തെ ഇറങ്ങിയത്. നേരത്തെ ഇറങ്ങി കൂടുതൽ തകർക്കാൻ വേണ്ടി. ഇന്നത്തെ പരിപാടി നമ്മൾ പൊളിക്കും. സെറ്റായിരിക്കും. താരങ്ങളൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ മാത്രമേ കുളിച്ചിട്ടില്ല, ഇവരൊന്നും കുളിച്ചിട്ടില്ല. റെക്കോർഡ് ചെയ്യണേ. ഒറ്റ മിനിറ്റ് ചേട്ടാ ഒന്ന് വന്നേ. ഇത് കൊറേ വള്ളിയും പുള്ളിയൊക്കെ. വള്ളിപുള്ളി ഉണ്ട്. റെക്കോർഡ് ഓക്കെ. കുറച്ചുകൂടി ക്ലോസ് വെച്ചോ. റെക്കോർഡ് ഓഫ് ചെയ്തോ? ഇല്ല, റെക്കോർഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ബ്രൈഡിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് വരാൻ വേണ്ടി പോവാണ്. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ആ ഒരു അട്ടേറിൽ കാണാൻ പോലെ എനിക്ക് ഇങ്ങനെ നോക്കാൻ പോലെ എനിക്ക് പറ്റുള്ള ആ ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല, ആ ഒരു വേഷത്തിൽ അവൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് അവൾ കുർബാനക്കുളപ്പാടിന് നിൽക്കുന്ന ആ ഒരു ഫീലാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. കല്യാണം ആയതുകൊണ്ട് ഹാപ്പിയാണ്. പക്ഷെ ഞാൻ എന്തൊക്കെ പറയണേ, അയച്ചട പറയാൻ വന്നത് മൊണ്ടാഷ്, അവളുടെ എക്സ്ക്ലൂസീവ് മൊണ്ടാഷ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே. ലിപ്സ്റ്റിക് മാറ്റിയ സങ്കടമാണ് ഡാഡിക്ക്. വേണ്ട അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മമ്മി അന്നമ്മേനെ കാണാൻ? സൂപ്പർ. പപ്പ സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും പനിയാ. കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട് എല്ലാവരും. നിങ്ങളെ എന്റെ ബ്രൈഡ്സ്മേറ്റ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി. അതെ, മമ്മി ഉണ്ടാക്കി ബൊക്കെയാണ് സ്പെഷ്യലായിട്ട്. അല്ല, ഇവിടെ നോക്കണ്ടേ, എന്റെ മേക്കപ്പ് കളയരുത്.
ജീവ ചേച്ചി റെഡി ആയി കഴിഞ്ഞില്ല, അവളെ മിസ് ചെയ്യുന്നു. എന്റെ മേത്ത് ലിപ്സ്റ്റിക് ആയിരുന്നു. യെസ് നൈസ്. ലുക്കിയ സ്മൈൽ. മാറരുത്. രണ്ടുപേരും മോളെ നോക്കി സംസാരിക്കൂ. ഇതാരത്? എങ്ങനെയുണ്ട് നമ്മുടെ ബ്രൈഡ്? ഞാൻ ഇപ്പഴാ കണ്ടത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ശരിക്കും ശരിക്കും ഇവിടെ മേക്കപ്പ് അൻറ്റുവാവേ, അടിമപ്പണി തുടങ്ങിയോ? ചവിട്ടില്ല. ഇപ്പൊ ശരി. അതിന് വിരിച്ചിട്ടോ. ഇതുപോലെ വേറെ ആരിട്ട് ചെയ്യും. അയ്യോ വെയില്, ഞാൻ അഞ്ചാവേ വെയില് വിരിച്ചിരോ? വീട്ടിലൊരു തുണി പോലും വിരിച്ചിടാത്ത കൊച്ചാ. അത് കഴിഞ്ഞ ദിവസം മിച്ചങ്ങ പറയണ്ടേ, ഉള്ളി പോലും നന്നാക്കാത്തവളാന്ന് പറഞ്ഞിട്ട്. എടുക്കട്ടെ, നടക്കട്ടെ. എന്നിട്ടാ അന്നമ്മേനോടൊന്ന് ഫോട്ടോ എടുക്കണ്ടേ? പിന്നെ അതാണ് ഞാൻ നിന്നോട്ടെ, 2 ഫോട്ടോ എടുത്തോട്ടെ. ഇതല്ല മമ്മി വന്ന ഓരോന്ന് കൊളത്തിട്ട്. എന്താണ്? ലിപ്സ്റ്റിക് അടിപൊളിയായിട്ടുണ്ട്. അറിയൂട്ടാ. തലയിലെ നെറ്റ്. രണ്ടുപേരോട് മമ്മിക്ക് റൂം കൊടുത്തേ. ശരിക്കും ഇവ കുറച്ച് നേരം ഇവിടെ ആയിക്കോട്ടെ. നന്നായി ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി ഫോട്ടോഷൂട്ട് പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. അവിടെ എല്ലാരും അടിപൊളിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, സെറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. കാണോ ഇല്ലേ? ഇവിടെ നോക്കാം, നേരെ നോക്കാം. ബൊക്കെ കുറച്ച് താഴ്ത്തി പിടിച്ചു. ഓക്കെ, ഇവിടെ നോക്കാം കേട്ടോ. എല്ലാവരും പെങ്കാരൊന്നും ഒന്നിച്ച് छोटे छोटे कुछ पलों का दोस्ताना ये जाने क्यों अब लग रहा है जाना माना ये 'cause when you smile for me world seems alright ये सारे पल यही यूं ही थम से जाए जाने क्यों ഗൈസ്, അപ്പോൾ അന്നമ്മയുടെ കല്യാണം ആയിരിക്കാണ് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ആ ദിവസമാണ് ഇന്ന്. നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷത്തിന്റെ ഒപ്പം തന്നെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇമോഷണലും ആണ്. ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം, ഭയങ്കര ഇമോഷണൽ, കുറെ മിക്സഡ് ഫീലിങ്സിലൂടെയാണ് കടന്നോളെ. അന്നമ്മയ്ക്കും ഡിബിനും നമ്മളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി മാരിഡ് ലൈഫ്. ഓണമെന്നൊക്കെ പറയാമോണേ. എനിക്ക് നല്ല സങ്കടമുള്ള സങ്കടമൊന്നുമില്ല, ഹാപ്പിയാ. ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രൈഡിന് പോകാനുള്ള കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഫുള്ള് പൂവൊക്കെ വെച്ച് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പ്രയറിന് കയറാൻ വേണ്ടി പോവാണ്. എല്ലാം സെറ്റാണ്, എല്ലാം വൈബാണ്. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പോകും. ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ആർക്കാന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മമ്മിക്ക് അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത പ്രാർത്ഥനയും പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി കാറും സംഭവങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ മേരി മാർഗരറ്റ്, എന്തൊക്കെ അതെന്താ സങ്കടം വന്ന ഒരു ചടങ്ങാണല്ലോ, അതുകൊണ്ട് വെറുതെ കരഞ്ഞു. ജിറ്റി തന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിന്റെ റിഹേഴ്സലിലാണ്. നിങ്ങളാണോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ? ഞാനാണ് ജിറ്റിയുടെ ഫോട്ടോഗ്രാഫർ. അഞ്ചാ മോനെ ഫോട്ടോഗ്രാഫർ നിശ്ചൽ. തോട്ടി സുന്ദരി ആയിട്ടുണ്ട് അല്ലേ? അതെ ചേട്ടന്മാരെ ഫസ്റ്റ് ലുക്ക് ഉണ്ട് കേട്ടോ പള്ളിയിൽ വെച്ച്. ഡിബിനെ ഞെട്ടിക്കാൻ അവൻ ഞെട്ടോ? അന്നമ്മ നമ്മൾ എവിടെ എത്തി? ചെറുപ്പങ്കൽ വെള്ളി കുർബാന കാണണം, എനിക്ക് മടിയാവണ്. കെട്ട് കുർബാനയാ, തകർക്കാൻ പോവല്ലേ?
ചെക്കനെവിടെ ചെക്കനെവിടെ പെണ്ണ ആദ്യത്തെ ചെക്കനെവിടെ ചെക്കനെവിടെ ഇവളിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കും. ഞാൻ ഇവിടെ അന്വേഷിച്ചു എന്താണ് മേബിൾ അങ്ങനെ എല്ലാരോടും വർത്താനം പറയും. ആരെങ്കിലും വന്ന് ആദ്യമായിട്ട് വർത്താനം എന്തൊക്കെയുണ്ട് തുടങ്ങും. പിന്നെ അവളെ നിർത്തില്ല. പിന്നെ ഞാൻ വിട്ടു. ഗൈസ്, അപ്പൊ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഡിബിനും പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡിബിൻ നമുക്ക് വെറുതെ ഒന്ന് വിളിച്ചു നോക്കാട്ടോ എവിടെ എത്തിയെന്ന്. ഒരാള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക നിനക്ക് വേണ്ടിയിട്ട്. ഓക്കേടാ, ഏകദേശം എത്ര നേരം എടുക്കും നിങ്ങൾ എത്താൻ? ഡിബിൻ പുറപ്പെട്ടിരുന്ന അവിടെ നിന്ന് അരമണിക്കൂറിനുള്ളിൽ എത്തും. ആയിഷ് കയ്യൊക്കെ എന്റെ അന്നമ്മ ശരിക്കും അല്ല ഈ കല്യാണം ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യണ്ടല്ലേ? പുറത്തേക്ക് ഇറക്കിയപ്പോഴത്തെ ഇവിടെ നല്ല സൗണ്ട് കേട്ടാ. എന്തായിരുന്നു? നമ്മ പോവാണ്. മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ രമണ സേവസാഗരം. മിസ് ബീന കാറിൽ നിന്ന് ഇറങ്ങാണ്. സ്ലോ മോഷനിൽ ഇട്ടത്. നിങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെയായിരുന്നോ വന്നിരുന്നത്? പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കല്യാണം? വയസ്സായ നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ്? 18ാമത്തെ വയസ്സിലല്ലേ കെട്ടിയത്? നിനക്ക് എങ്ങനെയുണ്ടാ? 2 ഡോളോടിയും 2 ഇഡലിയുടെയും ഇവിടെ ബലത്തിലെ പിടിച്ച് നിക്കുന്നത്. മസിൽ വിടറാ. ആ ഇനി വിഷു പറ. ഹായ് അന്നമ്മ. അന്നമ്മയുടെ ഞാൻ ശരിക്കും ഇങ്ങനെയാണ് ഭയങ്കര കോമഡിയാണല്ലോ. ആ പറഞ്ഞോ. ഹായ് അന്ന. അന്നയുടെ സരി നീ തുടങ്ങിക്കോ. നീ തുടങ്ങിക്കോ. അപ്പൊ നീ പറയാ. ഹായ് അന്നമ്മ. അന്നമ്മയുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ ഇനിയുള്ള ഒരുപാട് നല്ല നാളുകൾക്ക് വേണ്ടിയിട്ട് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. ഒരു പ്രാവശ്യം എടുക്കൂ, സുഖമില്ല. അപ്പൊ അന്നമ്മ അവിടെയുണ്ട്. നമ്മൾ അവിടേക്ക് പോവാണ്. ഫോട്ടോ സംഭവങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇതാട്ടോ നമ്മുടെ കല്യാണം നടക്കുന്ന പള്ളി എന്ന് പറയുന്നത്. അല്ല ഇപ്പൊ ഫുൾ എനർജിയില്ല, ഫുൾ എനർജിയില്ല. മനസ്സിലായി, ക്യാമറ വന്ന ഫുൾ എനർജി. അതെ അതെ അതെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ മമ്മി എല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി. നമ്മൾ പള്ളിയിലെത്തിയല്ലോ, നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അതെ അതെ അതെ. സെറ്റ് ചെയ്യണമെന്ന് ചെയ്തില്ല. പനി പിടിച്ചായിരുന്നൊക്കെ വിട്ടുപോയി. അപ്പ ഒന്നിനും സമയം കിട്ടിയില്ല. ഐഷ് എന്താ ലുക്ക് അല്ലേ? പനിയുടെ ചെറിയൊരു ക്ഷീണുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്തുറ്റി വിഷമം? അങ്ങനെ മിസ്റ്റർ മുന്നു ഒഫീഷ്യലി വീഡിയോഗ്രാഫറായി മാറിയിട്ടുണ്ട്. ഒരു തൊപ്പിയും കൂടി കിട്ടും. പള്ളിയായിട്ട് കയറി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാഡ്ജ് വേണം. അത്ര കോളേജിൽ പോലും ID കാർഡ് ഇട്ടിട്ടില്ല, പിന്നെയാണ് വീഡിയോഗ്രാഫറിനെ ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കണേ? ഫസ്റ്റ് ലുക്ക് അത്രേ. ഓരോ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടോളം ഇറങ്ങിക്കോളൂ. ദിവ്യം വന്നാ എന്താ പ്രശ്നം? കാണാൻ പാടില്ല. ഫസ്റ്റ് ലുക്കാ? അതെ. അല്ല എന്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എങ്ങനെ നിക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ വേണ്ടിട്ട് കണ്ണാടയിൽ നോക്കാൻ പറ്റിയില്ല രാവിലെ തൊട്ട്. എന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഗൈസ്, അപ്പൊ നമ്മുടെ ഡിബിൻ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഡിബിന്റെ അടുത്തേക്ക് നമുക്ക് പോവാവേ. ഇതാരാ ഇത്? ക്യൂട്ടായിട്ടുള്ള കപ്പിളാലോ. അടിപൊളി. നമ്മുടെ പയ്യനെവിടെ? അപ്പൊ നമ്മുടെ ഡിബിൻ ഇവിടെ ഉണ്ട്. ഡിബിൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. മോനെ ഇതാരത്? സെറ്റ് ആയിട്ടുണ്ടല്ലോ ഡിബിന്, തകർത്ത്. ഒന്നും കാണുന്നില്ലല്ലോ. നിന്നരികെ നിറയുന്നു ഹൃദയമേവം ധന്യമാ സുമസായക നിലയം മാനസം. അല്ല രണ്ടുപേരും നല്ല സൂപ്പർ ആയിട്ടെന്ന് പറയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ടുപേരും. അന്നമ്മനെ കാണാൻ എക്സൈറ്റഡ് ആണോ? ഓഫ് കോഴ്സ്, ഭയങ്കര എക്സൈറ്റഡ്.
I could see it in your eyes from the moment we first met. There was something different about you. I couldn't see myself without you. Now I know what it is that makes me love you like I do. It's all that I've been longing for. I don't have to look for it anymore. You give me something to believe in, a hope that I can build on, a trust and a devotion. I'm caught up in emotion. Will I walk beside you? Will I give my heart away? Will I hold you in my arms at night? Will I bow my head and pray? Now the groom may kiss the bride എന്ന് പറയുന്ന സംഭവം എപ്പോഴാണ് ആലോചിക്കായിരുന്നു? നിന്റെ കല്യാണത്തിന് അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇനി നമ്മൾ പള്ളിയകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കല്യാണത്തിന്റെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഡിബിനും അന്നിയും കല്യാണം കഴിക്കാൻ പോവാണ്. അതിന്റെ ഫുൾ സന്തോഷത്തിലാണ്. ഇവയാണെങ്കിൽ കുറച്ച് സങ്കടത്തിലാണ്. അത് അധികം അവള് സംസാരിക്കാത്തത്. റൈറ്റ്. അപ്പൊ ഇനി കല്യാണത്തിൻ്റെതായ ഭക്തിസാന്ദ്രമായ കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പോകുന്നത്. കല്യാണമേ വൈഭോഗമേ തിരുമണത്തിൽ കൊണ്ടാട്ടമേ. കല്യാണമേ വൈഭോഗമേ തിരുമണത്തിൽ கொண்டாட்டமே. அழகான பரிசுத்த மணமகனுக்கும் அழகான கன்னிகை பெண்மணிக்கும் நடக்கும் பரிசுத்த விவாகமே. பெருக நிரந்தர சந்தோஷமே. நடக்கும் பரிசுத்த விவாகமே. பெருக நிரந்தர சந்தோஷமே. ஆண்டவரின் ஆசீர்வாதம் பொழிகின்றதே. சந்தோஷ மலர்கள் மலரட்டுமே. எதிர்பார்த்த காரியம் நிறைவேறுதே. இனியதொரு அன்பான இதயங்களே. தேவனை நியமித்த நாள் இதுவே. நம் கண்கள் ஆச்சரியப்படுகின்றதே. கல்யாணமே வைபோகமே திருமணத்தில் கொண்டாட்டமே. கல்யாணமே வைபோகமே திருமணத்தில் കൊണ്ടാട്ടമേ. അപ്പൊ നമ്മുടെ കല്യാണം ഏറ്റവും മംഗളകരമായി നടന്നു. ഇനിയിപ്പോ ഫോട്ടോ എടുപ്പും ചടങ്ങും കാര്യങ്ങളും സാക്ഷി ഒപ്പിടൽ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവാ. മേരിമാർക്കിനെ വിളിക്കണം. ഓടിക്കോ ഓടിക്കോ. പെണ്ണ് മാറിപ്പോയില്ലേ? പന്നിനെക്കാളും ലുക്കുകളുള്ള അങ്ങനെ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഞങ്ങളാണ്. ഇതിലെ അമ്മയും മോളും ആരാന്ന് തിരിച്ചറിയില്ല. സുന്ദരിയാണ് അമ്മ. കൊറേ നേരം ഇപ്പൊ അവിടേക്കൊക്കെ പോയിക്കാ. നിനക്ക് ക്യാച്ച് പിടിക്കാൻ അറിയോ? പൊളിക്കോ നീ? നിങ്ങൾ കാണാൻ കുട്ടി കോട്ടയത്ത് വന്ന് നിക്കണു. ഒന്ന് വാ. ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. എടാ നീ എന്തിനാ ഈ കളർ ഇട്ടത്? ഞാനും ഈ കളറായി പോയല്ലോ. ഇത് മാത്രമേ ഉള്ളൂ. എവിടെ ആന്റണി? എവിടെ? നമ്മുടെ കല്യാണ പരിപാടികൾ എങ്ങനെയുണ്ടായിരുന്നു? തകർത്ത്. ഇന്ന് ആരാ ബ്രൈഡാണോ ഗ്രൂമാണോ ഏറ്റവും സൂപ്പർ? ആരായിരുന്നു ഏറ്റവും അടിപൊളി? ബ്രൈഡാണോ ഗ്രൂമാണോ? രണ്ടും നല്ലതാ. അങ്ങനെ ടിജോ ബ്രോ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സൗന്ദര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ മീശല കാണുന്നത്. മന്ത്രകോടി എന്റെ ഇടത്തെ കയ്യിൽ വീണിട്ടുണ്ട്. ചെറുക്കിനും പെണ്ണോടെ ഫോട്ടോഷൂട്ട് പരിപാടികളിലാണ്. അപ്പൊ മന്ത്രകോടിയും ഞാനും മാത്രമേ ഇവനെ പോലും കിട്ടാനില്ല എനിക്ക്. സോ വിത്ത് മന്ത്രകോടി ഹാപ്പി ഹാപ്പി. அடிக்காது துளி மழையும் இருக்காது. நீ இல்லை என்றால் சந்திரன் இருக்காது. ஒரு
ഒരു സംഭവം എനിക്കേത് ഉൻ പേരെ ചൊന്ന ശ്വാസം മുഴുതും സുഖവാസം വീசுதடி ഉன்னை പിറന്നാലേ വീസും കാറ്റിൽ വില നീർത്ത മടി. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്? ഹാപ്പി 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 ഹാപ്പി. ഒരു വർഷത്തെ വെയിറ്റിംഗിന് ശേഷം ഫൈനലി ഞങ്ങൾ ബൊക്കെ പിടിക്കാൻ വേണ്ടി കുറെ നേരമായി പുറകെ നടക്കുക. ബൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അല്ല ഇനിയിപ്പോ ആർക്കാ വേണ്ടത് ബൊക്കെ? അവിടെ തൊട്ട് നടന്നു തുടങ്ങുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ലേ? അന്നമ്മ ഇനി എന്താ പരിപാടി എടുത്തത്? എന്താ ഇത് പൊക്കിട്ട് ബൊക്കെ ത്രോയിങ്. നീ അറിയാൻ പാടില്ല. ഞാൻ മുന്നോട്ട് അറിയുന്നു. അടുത്തത് സിനുവിന്റെ കല്യാണം. സിനു പിടിച്ചോ? ധൈര്യമായിട്ട് പിടിച്ചോ സിനു. സിനു ഡൈവ് ചെയ്ത് പിടിക്കണേ. വാഷിംഗ് പൗഡർ നിനക്ക് ഭ്രാന്താന്ന് വിചാരിക്കും അനങ്ങാണ്ട്. ഇതൊന്നും വീടെടുക്കല്ലേ അടി അതിന്റെ അല്ല ഗിറ്റിയുടെ പിടിച്ചോളാം, നമ്മുടെ പിള്ളേരുടെ ആരും പിടിക്കരുത്. ഗിറ്റിയുടെ ചാൻസ് ആണ്. പിടിക്കുവോ? ഗിറ്റിയുടെ ഡയറക്ഷനിലേക്ക് വീക്കൂ. അവസാനേ ചേട്ടനും ചേച്ചിയും കൂടി ഇവിടെ നിൽക്കേണ്ട വരുമോന്ന്. വണ്ടി ഉണ്ടോന്ന് സംശയിക്കുന്നോണ്ട് പോവാനായിട്ട്. അങ്ങനെ മേരി മാർഗരറ്റ് കലിപ്പിൽ നിൽക്കാണ്. മന്ത്രകോടി, പൊക്ക, മാല എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് പൊക്കി പിടിക്കണം. പൊക്കി പിടിച്ചില്ലെങ്കിൽ അതിന് തരും പറയാനുള്ളൊന്നും. അപ്പൊ ശരി അന്നമ്മ, അവിടെ വെച്ച് കാണാം. അപ്പൊ ശരി, പിന്നെ ഹോളിൽ വെച്ച് കാണാം. ടേക്ക് കെയർ. അപ്പൊ നമ്മുടെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഹോളിലേക്ക് പോവാണ്. കേറിയോ? ബൈ ബൈ. വരും. അപ്പൊ ശരി, കാണാം. അപ്പൊ നമ്മൾ ഹോളിലേക്ക് എത്തി. ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്വീകരിക്കാനുള്ള എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോ റിസപ്ഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ. जोने पराणे बधु भूलावे रे मनमेड़ो 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 खूटी भले रातों पण वातो आ खूटे नहीं वातो एवी तारी मारी चालती रहे आ रात चालती रहे सदा मीठी मीठी बातों वाड़ी चांदनी कहो आज आँख में नहीं चांदनी कहो कि आज आँख में नहीं. I'm not saying that I've seen you in the highest and the lowest point of your life, but then I do know the person he is, and I'm very sure that he is really going to keep Anna happy and a very happy and beautiful bride for the rest of his life. I love you so much. സ്റ്റീഫൻ, എന്താണ് നെക്സ്റ്റ് പരിപാടി? അപ്പൊ നമ്മുടെ മധുരം കൊടുക്കൽ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഡാൻസ് പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ചെക്കിന്റെ ഭാഗത്തെ കുറച്ച് ഫ്രീക്ക് പിള്ളേരുടെ കിഡിലിനായിട്ടുള്ള കുറച്ച് നൃത്ത ചുവടുകളാണ് വരാൻ പോകുന്നത്. ഗേസ് എൻജോയ്. ഉള്ളിലാണ്
പരിപാടി സൂപ്പർ ആയിരുന്നില്ലേ? തകർത്തില്ലേ? അടിപൊളിയായിരുന്നു. തകർത്ത് സൂപ്പർ. നീയും തകർത്തു, എല്ലാവരും തകർത്തു. ഏറ്റവും ഭംഗിയായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കര പരിപാടിയായിരുന്നു. ഹാപ്പി 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 ഹാപ്പി. ദിവിനും അന്നയ്ക്കും ഞാൻ പ്രത്യേകം മംഗളങ്ങളും ആശംസകളും നേരുന്നു. ആകെ ഞങ്ങൾക്ക് ഡാൻസ് ഫ്ലോർ കിട്ടിയില്ലേ, അത് മാത്രമേ അവർ കൊതിക്കട്ടെ, കാത്തിരിക്കട്ടെ. ഞങ്ങൾ ദുബായിൽ വന്ന് ഒരു പരിപാടി നടന്നു. ഞങ്ങൾ 3 നാളും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഞങ്ങൾ വരും. അവിടെ ഞങ്ങൾക്ക് വേദി കിട്ടും. ഞങ്ങളവിടെ ഫയർ ഡാൻസ്. എളിയ കലാകാരന്മാരെ വിജയിപ്പിക്കണം, അനുഗ്രഹിക്കും. അടിപൊളി. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളുടെ കസിൻസിന്റെ വക ഞങ്ങളുടെ മണവാളിന്റെ കുറച്ച് മുണ്ടാ ഷോട്ടുകളാണ് വരാൻ പോകുന്നത്. കുറച്ച് കിട്ടിയെടുക്കാം. அடியே கொல்லுதே அழகோ அள்ளுதே உலகம் சுருங்குதே இருவரில் அடங்குதே. ഫോട്ടോസ് ഒക്കെ എടുത്ത് വരാൻ പോവാ. അല്ല, വലിയൊരു കുട്ടിയായ പോലെ എന്ന് പറയാം. രസമുണ്ട് കാണാൻ. പക്ഷേ ഞാൻ അങ്ങനെ വെച്ചിങ്ങനെ കണ്ടിട്ടില്ല. കല്യാണം കഴിച്ച് പോണോണ്ടാണോ? അത് വിഷമം വരും. നല്ല കാര്യമല്ലേ? നല്ലതാ. പക്ഷെ ഒരു വിഷമം ഉണ്ടാവില്ല. ചെറുതാന്നുള്ളൊരു ഫീല്. അന്നമ്മ ചെറുതാണ്. പക്ഷെ ഇപ്പൊ സാരി കൊടുത്താണ് എന്നെക്കാളും വലിയ കുട്ടി. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുണ്ടാഷ് എന്നല്ലേ പറയാൻ പറഞ്ഞേ? എനിക്കറിയാം. അതെടുക്കണം, ഞാൻ എടുത്തോളാം. കഷ്ടപ്പെടുത്തണ്ടെന്ന് കേട്ടു. ചെറുതായിട്ട് ഞങ്ങള് പിന്നാലെ നടക്കേ. മുന്നോ ഒരു ഫോട്ടോ മുന്നൂടെ കൊറേ ഫോട്ടോ എടുത്ത് കൊടുക്കണ്ടല്ലോ. അതെ, എപ്പോഴും ഫോട്ടോഷൂട്ടിലാണ്. അപ്പൊ പള്ളിയിലെ പരിപാടി, റിസപ്ഷൻ, ഫുഡ് എല്ലാം കഴിഞ്ഞു. ഇനി അന്നനെ വീട്ടിലേക്ക് അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാ. ഞാൻ പറയണില്ല, സങ്കടകരമായ വാക്കാത്. അതെ, കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണല്ലോ പറയാ. ഇതെന്താ സംഭവം? ഇത് ചെറുക്കനും പെണ്ണിനും പാല് കൊടുക്കുന്നു. ചിരിക്കും. ഓവറായി പോയില്ലേ? അകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും.
അകതാരിലി ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും ഇരവാകവേ പകലാകവേ മണിയറ കയറ്റുന്നത് എന്താ സംഭവം? അവര് രണ്ടുപേരും അവരുടെ മണിയറിലേക്ക് കയറ്റി വിടുന്നത്. അതാണ് മണിയറ കയറ്റുന്നത്. അത്രേ ഉള്ളൂ. അല്ല, ഇനി വാതിലടക്കിയോ? ഇല്ലില്ല. അന്നമ്മ കഴിഞ്ഞ് പുറത്തേക്ക് പോരാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മണിയറ കയറ്റമാണ് ഇപ്പൊ നടന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഡിബിന് എങ്ങനെയായിരുന്നു മണിയറ കയറ്റം? ആദ്യമായിട്ടല്ലേ. അപ്പൊ നമ്മുടെ മാരേജ് സീരീസ് ആയിരുന്നു കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് വന്നിരുന്നത്. അതിന്റെ ക്ലൈമാക്സ് എപ്പിസോഡാണ് ഇത്, നമ്മുടെ കല്യാണം. രണ്ടുപേർക്ക് ഇനി എന്താ ഇന്നത്തെ ഒരു ദിവസത്തെയും ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും പറയാനുള്ളത്? ഐ തിങ്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഇന്ത്യൻ അതാണ് ഏറ്റവും മെയിൻ. പിന്നെ അന്നമ്മ ബിഗസ്റ്റ് ഗിഫ്റ്റ് ഫോർ മീ ആൻഡ് ഇനിയാണ് മെയിൻ ജേർണി. ആൻഡ് താങ്ക് യു എവരിബഡി. ലവ് ഫ്രം ഡിബിൻ ജോസഫ് ആൻഡ് അമ്മു. അന്നമ്മയ്ക്ക് എന്തെങ്കിലും? അന്ന ചേച്ചിനെ കണ്ട വർത്താനം പറഞ്ഞ അതെന്താ വർത്താനം പറയാഞ്ഞേ? ഇന്നലെ വരെ ശരിയാണ്, ഇന്നിപ്പോ കരയുന്നത് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് അപ്പൊ ഓക്കെ, നാളെ വിളിക്കും. പ്രകൃതി പോലും കണ്ണുനീർ പൊഴിക്കുന്നു. കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാമിനി എന്നുമേ. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് വ്ളോഗർ അജയ് സ്റ്റീഫൻ വീട്ടിൽ പരിപ്പോട കോലത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങോ? ഇതാണ് വ്ളോഗിന്റെ പിന്നാമ്പുറം കാഴ്ച. ഇതിനൊരു പാട്ട് ചെയ്യാനിട്ട് തരാം. എന്ത് പാട്ടാ? സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഡോള കഴിച്ച് കിളി പോയി. സ്റ്റീഫൻ ഇവിടെ എത്തിയിരിക്കുന്നു. അയ്യോ.